നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ അത് മലയാള ലാംഗ്വേജിൽ പറഞ്ഞാൽ മതി. ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാൾക്ക് ഒരു കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ അത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അവർക്ക് ആ ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരിക്കും മനസ്സിലാവുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ കമ്പ്യൂട്ടറിന് ഏത് ഭാഷയായിരിക്കും, ഏത് ലാംഗ്വേജ് ആയിരിക്കും മനസ്സിലാവുന്നത്? ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജിൽ ഒരു വേർഡ് അല്ലെങ്കിൽ സെന്റൻസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആകെ 26 ലെറ്റേഴ്സ് ഉണ്ട് അല്ലെ. 26 ലെറ്റേഴ്സ് ഉണ്ട്. നമ്മുടെ കമ്പ്യൂട്ടർ പോലുള്ള ഒരു ഇലക്ട്രോണിക് ഡിവൈസിന് ആകെ രണ്ട് സ്റ്റേറ്റ് മാത്രമേ മനസ്സിലാവൂ, ഓൺ ഓഫ്. ഈ ഓൺ ഓഫ് ഈ രണ്ട് സ്റ്റേറ്റുകളെ 1 0 ഈ രണ്ട് സിംബലുകൾ കൊണ്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഈ രണ്ട് സിംബലുകൾ ഉപയോഗിക്കുന്ന, ഈ രണ്ട് സ്റ്റേറ്റുകൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജിനെയാണ് നമ്മൾ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ബൈനറി ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓൺ ഓഫ് എന്നീ രണ്ട് സ്റ്റേറ്റുകളെ ഹൈ ലോ, 1 0 ട്രൂ ഫോൾസ് ഇങ്ങനെയൊക്കെ ഡിനോട്ട് ചെയ്യാറുണ്ട്. അതായത് നമ്മൾ എ എന്ന് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ അതിനെ മനസ്സിലാക്കുന്നത് ഈ രൂപത്തിലായിരിക്കും. വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് 10ാം ക്ലാസ് ലൈറ്റിലെ 3ാമത്തെ ചാപ്റ്റർ ആണ്, കമ്പ്യൂട്ടർ ലാംഗ്വേജ് അഥവാ കമ്പ്യൂട്ടർ ഭാഷ. നമ്മുടെ ആദ്യത്തെ 2 ചാപ്റ്ററിനെ വെച്ച് ഈ 3ാമത്തെ ചാപ്റ്റർ നോക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ കിളി പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ കോൺസെപ്റ്റുകൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമുള്ള രസമുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ് നമ്മുടെ ഈ ഒരു 3ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ, കുറച്ച് കഥകളും റിയൽ ലൈഫ് എക്സാമ്പിളുകളും ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ പഠിക്കാം. പിന്നെ നമ്മൾ ഇതിൽ പുതിയ കുറച്ച് ടേംസുകൾ കേൾക്കാൻ സാധ്യതയുണ്ട്. അൽഗോരിതം, വേരിയബിള്, ഡാറ്റ ടൈപ്പ്, അങ്ങനെ പലതരം ടേംസുകൾ കേൾക്കും. ഇവയൊക്കെ തന്നെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിനു മുമ്പ് ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. നമ്മുടെ ആക്ടർ വിജയിന്റെ ഏജ് എത്രയാണ്? ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റു, എന്നിട്ട് അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ അവിടെ ചായ ഇല്ല. എനിക്കാണെങ്കിൽ ഇന്ന് ചായ കിട്ടിയേ പറ്റൂ. അപ്പോൾ എൻ്റെ ഇന്നത്തെ പ്രശ്നം എന്ന് പറയുന്നത് ചായ ഇല്ല എന്നതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് വിജയുടെ ഏജ് എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ചായ ഉണ്ടാക്കുക എന്നതാണ് എൻ്റെ ഇന്നത്തെ ടാസ്ക്. ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കിട്ടിയാൽ മതി. നിങ്ങൾക്ക് വിജയുടെ ഏജ് കണ്ടുപിടിക്കണമെങ്കിൽ ആ ഒരു ഏജ് നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. കമ്പ്യൂട്ടറിന് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ, വിജയുടെ ഏജ് കണ്ടുപിടിക്കുക എന്ന് പറയുന്ന ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ കമ്പ്യൂട്ടറിന് ആവശ്യമായുള്ള നിർദ്ദേശങ്ങൾ, ഇൻസ്ട്രക്ഷൻസ് കൊടുത്താൽ മതി. അത്തരത്തിൽ ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടറുകൾക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. നോട്ട് ചെയ്ത് വെച്ചോളൂ, പ്രോഗ്രാമിംഗ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആവശ്യമായുള്ള നിർദ്ദേശങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നേരെ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള കണാരേട്ടൻ്റെ ഹോട്ടലുണ്ട്, അവിടെ പോയിട്ട് കണാരേട്ടനോട് ഓരോ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാൻ തുടങ്ങി. എന്നിട്ട് എനിക്ക് ചായ ഉണ്ടാക്കാനുള്ള ഓരോ സ്റ്റെപ്പുകളും ഞാനൊരു പേപ്പറിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി എഴുതി വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആദ്യം പാത്രം എടുത്ത് വെക്കുക, അതിൽ വെള്ളം ഒഴിക്കുക, അങ്ങനെ ഓരോ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതി വെക്കാൻ തുടങ്ങി. നിങ്ങൾ വിജയിൻ്റെ ഏജ് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ സ്റ്റെപ്പുകൾ ഓരോന്ന് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങളും തുടങ്ങി. എങ്ങനെയാ? ആദ്യം നമുക്ക് വിജയ് ജനിച്ച വർഷം നമുക്കറിയണം. അതേപോലെ കറണ്ട് ഇയർ, ഇപ്പോൾ ഇയർ ഏതാണ് എന്നുള്ള കാര്യവും നമുക്കറിയണം. അതും നിങ്ങൾ എഴുതി വെച്ചു. നിലവിലുള്ള കറണ്ട് ഇയറിൽ നിന്നും വിജയ് ജനിച്ച വർഷം നമ്മൾ മൈനസ് ചെയ്താൽ മതി. അത് നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഏജ് കിട്ടും. ആ ഏജിനെ നമുക്ക് കമ്പ്യൂട്ടറിൽ പ്രിന്റ് ചെയ്ത് അവിടെ നമുക്ക് കമ്പ്യൂട്ടറിൽ കാണിക്കണം. നിങ്ങളും ഈ കാര്യങ്ങളൊക്കെ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതി വെച്ചു. സത്യത്തിൽ എനിക്കിവിടെ ചായ ഉണ്ടാക്കാൻ ആവശ്യമായുള്ള കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാനും എഴുതി വെച്ചു. നിങ്ങൾക്കിവിടെ വിജയിൻ്റെ ഏജ് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതി വെച്ചു. ഇതിനെയാണ് നമ്മൾ അൽഗോരിതം എന്ന് പറയുന്നത്. അതായത് ഒരു പ്രോഗ്രാം നമ്മൾ തയ്യാറാക്കുമ്പോൾ അതിനാവശ്യമായുള്ള സ്റ്റെപ്പുകൾ ഇതേപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതി വെക്കുന്നതിനെയാണ് നമ്മൾ അൽഗോരിതം എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് റൈറ്റിംഗ് ദ സ്റ്റെപ്പ് ഫോർ സോൾവിങ് എ പ്രോബ്ലം ഇൻ എ സ്പെസിഫിക് ഓർഡർ ഈസ് കോൾഡ് അൽഗോരിതം. ഇനി നിങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള അൽഗോരിതം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു പ്രോഗ്രാം റെഡിയാക്കാം. എന്തായാലും കണാരേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചത് കൊണ്ട് എനിക്കത് ഉപയോഗിച്ചിട്ട് ചായ ഉണ്ടാക്കാം. ചായ ഉണ്ടാക്കാൻ എനിക്ക് ചായപാത്രവും അതേപോലെ ചായപ്പൊടിയും കാര്യങ്ങളൊക്കെ മതി. നിങ്ങൾക്ക് ഈ പ്രോഗ്രാം തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നിങ്ങൾക്ക് അറിയണം. ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ ഇന്ന് അവൈലബിൾ ആണ്. അതിൽ ജാവ, C++, പൈത്തൺ, റൂബി, PHP ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. അതിൽ തന്നെ
പൈത്തൺ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളുടെ പേരില്ലേ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. നിങ്ങൾക്ക് തിയറിയിൽ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്, അറ്റ്ലീസ്റ്റ് ഈ പേരുകളെങ്കിലും നിങ്ങൾ എന്തായാലും ഓർത്ത് വെച്ചിരിക്കണം. ഓക്കെ, ഈ അൽഗോരിതത്തെ കുറച്ചുകൂടി വൃത്തിയിൽ നല്ല അടിപൊളിയായിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഒരു ചിത്ര രൂപത്തിലേക്ക് മാറ്റാൻ പറ്റും. ഈ അൽഗോരിതത്തിനെ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആക്കിയാൽ അതിനെ നമ്മൾ ഫ്ലോ ചാർട്ട് എന്നാണ് പറയാം. ഇവിടെ കുറച്ച് സിമ്പിൾസ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, ഇതിനൊക്കെ ഓരോ മീനിങ് ഉണ്ട്, അതിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. ജസ്റ്റ് നമ്മൾ ഈ ഒരു അൽഗോരിതത്തെ നമുക്കിതിനെ കുറച്ചുകൂടി വൃത്തിയിൽ ഒരു ചിത്ര രൂപത്തിൽ മനസ്സിലാക്കാൻ ഈ രീതിയിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഫ്ലോ ചാർട്ട് എന്ന് പറയും എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി. എന്തായാലും ചായ ഉണ്ടാക്കാൻ അതിലേക്ക് വെള്ളവും ചായപ്പൊടിയും പാലൊക്കെ ഒഴിക്കണമെങ്കിൽ ഒരു പാത്രം വേണ്ടേ, അല്ലാതെ സ്റ്റൗവിന് മുകളിൽ കൊണ്ട് ഒഴിക്കാൻ പറ്റൂലല്ലോ. അതേപോലെ നിങ്ങൾക്ക് ഈ പൈത്തൺ എന്ന ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് തയ്യാറാക്കാൻ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ വേണം. നമ്മൾ ആദ്യം ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ടെക്സ്റ്റ് എഡിറ്റർ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളിവിടെ ഒരുപാട് പൈത്തൺ ഫയൽസ് തയ്യാറാക്കും. അപ്പൊ ഇതൊക്കെ തന്നെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ആദ്യം ഫയൽസിലേക്ക് വരിക. ഓക്കെ, ഡെസ്ക്ടോപ്പിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം ഫോൾഡേഴ്സ്, പക്ഷെ അതിലും നല്ലത് നിങ്ങൾ നേരെ ഫയൽസിലേക്ക് വരിക. ഫയൽസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഹോം ആയിരിക്കും ഓപ്പൺ ആയി കിട്ടുന്നത്. ഇവിടെ ആയിട്ട് നമ്മുടെ സ്റ്റുഡൻസ് വർക്ക്സ് 10 എന്നൊരു ഫോൾഡർ ഉണ്ട്. നമ്മൾ ഓൾറെഡി നമ്മുടെ ബാക്കി ഫയൽസ് ഒക്കെ ചിലപ്പോൾ ഇതിലായിരിക്കും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ഈ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യാം. ഈ ഫോൾഡറിനകത്ത് നമുക്ക് നമ്മുടെ പേരിലോ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസിന്റെ പേരിലോ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. അതിനകത്തായിരിക്കും നമ്മൾ ഈ ചാപ്റ്ററിലെ മുഴുവൻ പൈത്തൺ ഫയലുകളും സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ന്യൂ ഫോൾഡർ കൊടുക്കുക. ഇവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ ഫോൾഡർ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോൾഡറിന്റെ പേര് ചോദിക്കുന്നുണ്ട്, ഞാൻ പൈത്തൺ എന്ന പേര് കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, നിങ്ങളുടെ പേരോ നിങ്ങളുടെ ക്ലാസിന്റെ പേരോ എന്തെങ്കിലും ഒന്ന് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഇവിടെ ക്രിയേറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക. അതോടുകൂടി നമ്മുടെ ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതിലായിരിക്കും നമ്മുടെ ഫയലുകളൊക്കെ തന്നെ, കുറേ ഫയലുകൾ നമ്മൾ തയ്യാറാക്കും, അതൊക്കെ സേവ് ചെയ്യുന്നത് ഇവിടെയായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറയുന്ന ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ബാക്കി ആപ്ലിക്കേഷൻസ് ഒക്കെ ഓപ്പൺ ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെ താഴെ ഷോ ആപ്ലിക്കേഷൻസ് എന്ന് കാണാലോ, ഷോ ആപ്ലിക്കേഷൻസ്. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിതാ ഇവിടെ തന്നെ ആയിട്ട് ടെക്സ്റ്റ് എഡിറ്റർ ഉണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ടെക്സ്റ്റ് എഡിറ്റർ എടുക്കാം. ഓക്കെ, ടെക്സ്റ്റ് എഡിറ്റർ, ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ടെക്സ്റ്റ് എഡിറ്റർ നമുക്ക് അൺടൈറ്റിൽഡ് ഡോക്യുമെന്റ് 1 എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയൊരു ഡോക്യുമെന്റ് ടെക്സ്റ്റ് എഡിറ്റർ ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യാം. ആദ്യം തന്നെ നമുക്കിവിടെ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് കുറച്ച് കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് വെക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഒരു 4 ലൈൻസ് ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, നിങ്ങളും ഇതേപോലെ ഒന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ആദ്യം ഇതേപോലെ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഫയലിനെ നമ്മുടെ ഫോൾഡറിലേക്ക് സേവ് ചെയ്യണം. സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ ആയിട്ട് സേവ് എന്നൊരു ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മളോട് എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ ഹോമിലെ നമ്മൾ നേരത്തെ സ്റ്റുഡൻസ് വർക്ക്സ് 10 എന്ന ഫോൾഡറിനകത്ത് പൈത്തൺ എന്ന പേരിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഫോൾഡർ ഏതാണോ ആ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അവിടെ ഒരു പേരിൽ നിങ്ങൾ സേവ് ചെയ്യണം. ഞാനിവിടെ ഫൈൻഡ് ഏജ് എന്ന പേരാണ് കൊടുക്കുന്നത്. വളരെ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാമെങ്കിലും ആ പേരിന് ശേഷം .py എന്ന് പറയുന്ന ഒരു എക്സ്റ്റൻഷൻ നിങ്ങൾ നിർബന്ധമായും കൊടുത്തിരിക്കണം. കാരണം ആ .py എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുത്താലാണ് അത് പൈത്തൺ ഫയലാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, പൈത്തൺ ഫയലിന്റെ എക്സ്റ്റൻഷൻ ആണ് .py എന്ന് പറയുന്നത്. അതുകൊണ്ട് ഫയൽ നെയിം കൊടുത്ത് സേവ് ചെയ്യുന്ന സമയത്ത് .py എന്ന് പറയുന്ന ഈ ഒരു എക്സ്റ്റൻഷൻ നിർബന്ധമായും കൊടുക്കണം. ഓക്കെ അല്ലേ? ഞാൻ ഫൈൻഡ് ഏജ് .py എന്ന പേര് കൊടുത്തു. ഇവിടെ സേവ് ബട്ടൺ ഉണ്ട്, സേവ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. അതോടുകൂടി തന്നെ നിങ്ങൾക്ക് ഇവിടെ ചെറിയ കളറൊക്കെ വ്യത്യാസം വന്നത് കാണാം. ഓക്കെ, എന്നാലും അതിലേക്കൊക്കെ വരാം. നമുക്ക് ആദ്യം നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന ഈ ഒരു ഫയലിനെ നമുക്കൊന്ന് റണ്ണ് ചെയ്ത് നോക്കണം. എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണണ്ടേ? റണ്ണ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സേവ് ചെയ്ത ആ ഒരു ഫോൾഡറിലേക്ക് വരിക. ഞാനിവിടെ താഴെ നമ്മളിതാ സേവ് ചെയ്ത ആ ഒരു ഫോൾഡർ ഇവിടെ ഉണ്ട്. ഓക്കെ, ഹോമിലെ സ്റ്റുഡൻസ് വർക്ക്സ് 10 പൈത്തൺ എന്ന പേരിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇപ്പോൾ സേവ് ചെയ്ത ഫയലുണ്ട്, ഫൈൻഡ് ഏജ് .py എന്ന് പറയുന്നത്. ഈ ഒരു ഫോൾഡറിനകത്ത് ഇവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ബ്ലാങ്ക് ആയിട്ടുള്ള എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഓപ്പണിംഗ് ടെർമിനൽ എന്ന് കാണാലോ, ഓപ്പണിംഗ് ടെർമിനൽ അത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ടെർമിനൽ ഓപ്പൺ ആയി കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്കൊരു പൈത്തൺ ഫയൽ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, പൈത്തൺ 3 എന്നാണ് പറയാം.
അതാണ് നമുക്ക് ഇവിടെ ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് പൈത്തൺ 3 എന്ന് ടൈപ്പ് ചെയ്യാം. പൈത്തൺ 3 എന്നിട്ട് ഒരു സ്പേസ് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫയലിൻ്റെ നെയിം എന്താണോ അത് അതേപോലെ കൊടുക്കുക. ഞാനിവിടെ ഫൈൻഡ് age.py എന്ന് കൊടുക്കുന്നു. തെറ്റിക്കരുത്, വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ ഫയൽ നെയിം അതേപോലെ കൊടുക്കുക. ഈ ലൈൻ ഒരിക്കലും തെറ്റാൻ പാടില്ല. പൈത്തൺ 3 സ്പേസ് ഫൈൻഡ് age.py. ഓക്കെ, അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, വിജയ്സ് ഏജ് ഈസ് 51 എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു റിസൾട്ട് കിട്ടിയത് എന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ കോഡ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഔട്ട്പുട്ട് ഇതാണ്. എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ബർത്ത് ഇയർ എന്ന് പറഞ്ഞിട്ട് കാണാം. അതിനുശേഷം ഒരു ഈക്വൽ ടു ഉണ്ട്. അതിനുശേഷം നമ്മൾ വിജയ് ജനിച്ച വർഷം, അത് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ആ ഒരു വർഷമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ രീതിയിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. ഇവിടെ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് വേരിയബിളിനെ ഒരു ബക്കറ്റ് ആക്കിയിട്ട് എടുക്കാം. അതായത് ഒരു പ്രോഗ്രാമിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റകളെ താൽക്കാലികമായിട്ട് ടെമ്പററി ആയിട്ട് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട്, സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയാണ് നമ്മൾ വേരിയബിൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, വേരിയബിൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കാം. എന്നാലും ഇഷ്ടമുള്ള പേര് എന്ന് വെച്ചാൽ തോന്നി എന്തെങ്കിലും ഒന്നും കൊടുക്കാൻ പറ്റില്ല. അതിന് ചില റൂൾസ് ഒക്കെ ഉണ്ട്. ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം, നമ്മുടെ വേരിയബിളിന്റെ നെയിം കൊടുക്കുമ്പോൾ അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ ആൽഫബറ്റ് ക്യാരക്ടേഴ്സോ അണ്ടർസ്കോറോ മാത്രമേ പാടുള്ളൂ. നമ്പേഴ്സ് ഒന്നും സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കാൻ പാടില്ല. അതേപോലെ അണ്ടർസ്കോർ അല്ലാത്ത സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് നമ്മുടെ വേരിയബിളിന്റെ നെയിമിൽ കൊടുക്കരുത്. ഞാനിവിടെ കറന്റ് ഇയർ എന്ന് പറഞ്ഞൊരു വേരിയബിൾ കൊടുത്തു. ഈക്വൽ ടു ഇട്ടിട്ട് അതിനൊരു വാല്യൂ കൊടുത്തു 2025. അതിന്റെ അർത്ഥം 2025 എന്ന് പറയുന്ന ഒരു വാല്യൂ ഞാൻ ഈ ഒരു ബക്കറ്റിലേക്ക് താൽക്കാലികമായിട്ട് ഇട്ട് വെച്ചു, സ്റ്റോർ ചെയ്ത് വെച്ചു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഇത്തരത്തിൽ വേരിയബിളിലേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യുമ്പോൾ അവിടെ ഏത് ടൈപ്പ്, ഏത് തരം ഡാറ്റയാണ് സ്റ്റോർ ചെയ്യുന്നത് എന്നൊരു കാര്യമുണ്ട്. അതിനെയാണ് ഡാറ്റ ടൈപ്പ് എന്ന് നമ്മൾ പറയുന്നത്. അതായത് കറന്റ് ഇയർ ഈക്വൽ ടു 2025 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2025 എന്ന് പറയുന്നത് ഒരു ഇൻഡിജർ ആണ്, ഒരു നമ്പർ ആണല്ലോ. അതിനെ നമ്മൾ ഇൻഡിജർ എന്ന് പറയും. ഇവിടെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻഡിജർ ആണ്. അതേപോലെ ഒരു പോയിന്റ് വരുന്ന ഒരു വാല്യൂ ആണെങ്കിൽ 3.14 പോലുള്ള ഒരു വാല്യൂ ആണെങ്കിൽ നമുക്കതിനെ ഫ്ലോട്ട് എന്നാണ് ആ ഡാറ്റ ടൈപ്പിനെ പറയാം. ഇത് മാത്രമല്ല വേറെയും ഡാറ്റ ടൈപ്പുകൾ ഉണ്ട്. വിജയിന്റെ പേര് വിജയ്, ഇനി നിങ്ങളുടെ പേര്, അതൊക്കെയാണ് നിങ്ങൾ അവിടെ കൊടുക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ, അത് ടെക്സ്റ്റ് രൂപത്തിലല്ലേ, അതിനെ നമ്മൾ സ്ട്രിങ് എന്നാണ് പറയാം. ഇമേജസ്, ഓഡിയോസ്, ടൈംസ്, ഡേറ്റ്സ്, ഇതൊക്കെ തന്നെ ഡാറ്റ ടൈപ്സ് ആണ്. പിന്നെ പൈത്തണിന്റെ ഒരു പ്രത്യേകതയാണ്, നമ്മളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ കറന്റ് ഇയർ എന്ന് പറഞ്ഞൊരു വേരിയബിൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പോകുന്ന ഡാറ്റ ഏത് ടൈപ്പിലുള്ളതാണ്, ഏതാണ് ഡാറ്റ ടൈപ്പ് എന്നുള്ളത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അത് നിങ്ങൾ വേറെയും പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളൊക്കെ പഠിക്കുമ്പോഴാണ് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകുക. സ്റ്റോർ ചെയ്യാൻ വേണ്ടി പോകുന്ന ഡാറ്റാസ് ഏത് ടൈപ്പാണ് എന്നുള്ളത് പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് പൈത്തൺ ലാംഗ്വേജിനകത്തുള്ള ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ബർത്ത് ഇയർ എന്ന പേരിൽ നമ്മളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിലേക്ക്, ആ വേരിയബിളിലേക്ക് 1974 1974 എന്ന ഒരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നിലവിലുള്ള ഈ ഒരു വർഷം ഏതാണോ ആ ഒരു വർഷത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കറന്റ് ഇയർ എന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ആ വേരിയബിളിലേക്ക് 2025 2025 എന്ന് പറയുന്ന ഒരു വാല്യൂ നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്കറിയാം ഏജ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു 2025 നിന്ന് 1974 കുറച്ചാൽ മതി. അതുകൊണ്ട് കറന്റ് ഇയറിൽ നിന്നും മൈനസ് ബർത്ത് ഇയർ, കറന്റ് ഇയറിൽ നിന്നും ബർത്ത് ഇയർ നമ്മൾ കുറച്ചു. ഓക്കെ, കുറക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന മൈനസ് എന്നത് തന്നെയാണ് ഇവിടെ ഓപ്പറേറ്റർ ആയിട്ട് യൂസ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആൻസർ കിട്ടില്ലേ? ആ ഒരു ആൻസർ നമുക്കൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണം. അതിനു വേണ്ടിയാണ് ഇവിടെ ആദ്യം ഒരു വേരിയബിൾ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഈക്വൽ ടു കൊടുത്തു. ഇങ്ങനെ ഈക്വൽ ടു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന ആൻസർ എന്താണോ ആ ആൻസർ നേരെ ഈ ഏജ് എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ആവും. ഇത്രയും കാര്യം ക്ലിയർ ആയിട്ടുണ്ടാവും. അതിനുശേഷം ഇവിടെ കാണാൻ പറ്റിയതാണ് പ്രിന്റ്. പ്രിന്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. പ്രിന്റ് ഫംഗ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഈ പ്രിന്റ് ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്കിവിടെ ഔട്ട്പുട്ട് കാണാൻ പറ്റും. പ്രിന്റിൽ കൊടുക്കുന്ന കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അതുകൊണ്ട് പ്രിന്റ് എന്ന ഫംഗ്ഷൻ കൊടുത്തു. ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഇവിടെ കണ്ടില്ലേ ബ്രാക്കറ്റിനകത്തായിട്ട്, ഇതിനെ നമ്മൾ പാരാന്തസിസ് എന്ന് പറയും, അതായത് നമ്മുടെ ബ്രാക്കറ്റില്ലേ. ഓക്കെ, അതിനുള്ളിൽ നമ്മൾ ഡബിൾ ക്വാഡ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഡബിൾ ക്വാഡ്സിനകത്തായിട്ട് ഇത് ഇവിടെയും ഡബിൾ ക്വാഡ്സ് ഉണ്ട്, ഇവിടെയും ഉണ്ട്. ഓക്കെ, അതിൻ്റെ ബിറ്റ്വീനിൽ, അതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ വിജയ്സ് ഏജ് ഈസ് എന്ന് പറഞ്ഞിട്ടൊരു കോളൻ കൊടുത്തു. അതായത് പ്രിന്റ് എന്ന ഫംഗ്ഷനിൽ ഇവിടെ ബ്രാക്കറ്റിനകത്ത് നമ്മൾ ഡബിൾ ക്വാഡ്സിൽ എന്ത് കൊടുത്തു കഴിഞ്ഞാലും അത് അതേപോലെ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. അതിനുശേഷം നമ്മളൊരു കൊമ ഇട്ട് കൊടുത്തു.
കൊമ ഇട്ടതിന് ശേഷം നമ്മൾ ഏജ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതായത് ഏജ് എന്ന വേരിയബിളിൽ എത്രയാണോ വാല്യൂ ഉള്ളത് ആ വാല്യൂ ആയിരിക്കും നമുക്ക് ഇവിടെ വരുന്നത്. 51. ഏജ് എന്ന് പറയുന്നത് ഈ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഏജ് എന്ന വേരിയബിളിൽ എത്രയാണോ വാല്യൂ ഉള്ളത് അത് നമുക്ക് അതേപോലെ പ്രിന്റ് ചെയ്ത് കിട്ടും. ഓക്കെ, ഒരു കാരണവശാലും ഏജ് എന്ന് പറയുന്ന സാധനം ഈ ഡബിൾ ക്വാഡ്സിൻ്റെ ഇടയിലായിട്ട് കൊടുക്കരുത്. നമുക്ക് ഏജിലുള്ള വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കൊമ ഇട്ടു, അതിനുശേഷം ആ വേരിയബിൾ അതേപോലെ കൊടുക്കും. ഈ പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു പ്രോഗ്രാം റെഡിയാക്കി നോക്കാം. ചോദ്യം ഇതാണ്. ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 35 സെൻറ്റിമീറ്റർ ആണ്. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 65 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇത് വെച്ചുകൊണ്ട് ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോഗ്രാം നിങ്ങളോട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എന്തായാലും നമുക്കതൊന്ന് ഒരുമിച്ച് തയ്യാറാക്കി നോക്കാം. വളരെ എളുപ്പമാണ്. ഈ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പുതിയൊരു ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾക്ക് താഴെ ടെക്സ്റ്റ് എഡിറ്റർ ഓപ്പൺ ചെയ്യാം. അല്ലെങ്കിൽ ഓൾറെഡി ഇതേപോലെ ഒരു ടെക്സ്റ്റ് എഡിറ്റർ ഏതെങ്കിലും ഒരു ഫയൽ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് ക്രിയേറ്റ് എ ന്യൂ ഡോക്യുമെൻ്റ് എന്നൊരു ഐക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്താലും മതി. ഓക്കെ, അല്ലെങ്കിൽ ആദ്യം മുതൽ ടെക്സ്റ്റ് എഡിറ്റർ ഓപ്പൺ ചെയ്തതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്തായാലും ഇവിടെ ക്രിയേറ്റ് എ ന്യൂ ഡോക്യുമെൻ്റ് എന്നത് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ പുതിയൊരു അൺടൈറ്റിൽഡ് ഡോക്യുമെൻറ്റ് 1 എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് പിടിച്ച് ഇങ്ങോട്ടേക്ക് വലിച്ചു കഴിഞ്ഞാൽ പുതിയൊരു വിൻഡോ ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, നമുക്ക് പഴയത് വേണ്ട, അത് ഞാൻ ക്ലോസ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? ഇവിടെയാണ് ഇനി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം ലെങ്ത്തും ബ്രെഡ്ത്തും എത്രയാണെന്നുള്ള കാര്യം തന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ എന്ത് വേണം? ലെങ്ത്തിന് വേണ്ടി ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. ഞാനിവിടെ ലെങ്ത്തിന് വേണ്ടി ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ലെങ്ത് എന്നോ LE എന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. പറ്റുന്നതും വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ കൊടുക്കുക. ഓക്കെ, ഞാൻ ലെങ്ത് എന്ന് തന്നെ കൊടുത്തു. എന്നിട്ട് ഒരു ഈക്വൽ ടു കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഈ ലെങ്ത് എന്ന വേരിയബിളിലേക്ക് ഒരു വാല്യൂ അസൈൻ ചെയ്യണം. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ലെങ്ത് 35 സെൻറ്റിമീറ്റർ ആണ്. ഞാനിവിടെ 35 എന്ന് കൊടുക്കുന്നു. അതിൻ്റെ തൊട്ട് താഴെ ബ്രെഡ്ത്ത് കൊടുക്കണം. ബ്രെഡ്ത്ത് എന്ന പേരിൽ ഒരു വേരിയബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഈക്വൽ ടു ഇട്ടു, അതായത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ആണ്, അങ്ങനെ ഞാൻ കൊടുക്കുന്നു. ആ ബ്രെഡ്ത്ത് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് എത്ര വാല്യൂ ആണ് നമുക്ക് അസൈൻ ചെയ്യേണ്ടത്? 65 ആണ്. ഞാൻ 65 എന്ന് കൊടുത്തു. ബ്രെഡ്ത്ത് എന്ന വേരിയബിളിലേക്ക് 65 എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്തു. ഇനി ഇതിൻ്റെ താഴെയായിട്ട് അടുത്തതാണ് വളരെ പ്രധാനപ്പെട്ട ലൈന്. നമുക്ക് ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഏരിയ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്, നീളം ഇൻറ്റു വീതിയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ലെങ്ത് എന്ന് ഫസ്റ്റ് കൊടുക്കാം. ലെങ്ത് എന്ന് കൊടുത്തു. ഇനി എന്ത് നമുക്ക് ഗുണിക്കണം അല്ലേ? ഗുണിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ സ്റ്റാർ ആണ് യൂസ് ചെയ്യാം. സ്റ്റാർ. ഓക്കെ, സ്റ്റാർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതിന് വേണ്ടിയുള്ള ഓപ്പറേറ്റർ ആണ് നമ്മളിവിടെ സ്റ്റാർ യൂസ് ചെയ്യുന്നത്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് കൊടുക്കുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം, സ്പെല്ലിങ് തെറ്റരുത്. ഇവിടെ എന്താണോ കൊടുത്തത് അത് തന്നെ ആയിരിക്കണം ഇവിടെ. ഇവിടെ എന്താണോ കൊടുത്തത് അത് തന്നെ ആയിരിക്കണം ഇവിടെ. അപ്പോൾ അത് രണ്ടും ഗുണിച്ചു. ഗുണിച്ചാൽ മാത്രം മതിയോ? പോരാ. ആ ഗുണിച്ചിട്ട് കിട്ടുന്ന ആൻസർ നമുക്ക് ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണം. അതിനുവേണ്ടി ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ഏരിയ എന്നൊരു വേരിയബിൾ കൊടുക്കുന്നു. ജസ്റ്റ് ഈക്വൽ ടു ഇട്ട് കൊടുക്കുന്നു. ഇപ്പോൾ എന്തായി? ലെങ്ത്തും ബ്രെഡ്ത്തും ഗുണിച്ചതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഒരു ആൻസർ ഉണ്ടാവും അല്ലേ? മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഒരു ആൻസർ ഉണ്ടാവും. ആ ആൻസർ ഏരിയ എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. സ്റ്റോർ ചെയ്ത് അവിടെ വെച്ചാൽ മതിയോ? പോരാ, നമുക്കത് കാണണം. നമുക്കത് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് പ്രിന്റ് ചെയ്ത് കിട്ടണം. അതിനുവേണ്ടി പ്രിന്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യണം. പ്രിന്റ് എന്ന് കൊടുക്കുക. ഓക്കെ, ബ്രാക്കറ്റ് ഞാനിവിടെ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു ആദ്യം തന്നെ. അതിനകത്തായിട്ട് ഞാനിവിടെ ഡബിൾ ക്വാഡ്സിനകത്തായിട്ട് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഈസ് എന്ന് പറഞ്ഞിട്ട് ഒരു കോളൻ വരെ ഇട്ട് വെച്ചു. നമുക്കറിയാം പ്രിന്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഇങ്ങനെ ഡബിൾ ക്വാഡ്സിനകത്ത് എന്ത് കൊടുക്കുന്നു അത് അതേപോലെ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. ഇനി എന്ത് വേണം? നമുക്ക് ഇതിന് നേരെയായിട്ട് നമ്മുടെ ആ ഒരു കാൽക്കുലേറ്റ് ചെയ്ത് ആ ഒരു മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ ആ ഒരു വാല്യൂ നമുക്ക് കിട്ടണം. അതിനുവേണ്ടി ജസ്റ്റ് ഒരു കോമ ഇട്ട് കൊടുക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, കോമ ഇവിടെയല്ല, അതായത് ഈ ഡബിൾ ക്വാഡ്സിനകത്ത് ഇവിടെ ആയിട്ടല്ല ഇടേണ്ടത്. ഡബിൾ ക്വാഡ്സ് കഴിഞ്ഞിട്ട് വേണം കോമ ഇടാൻ. ഓക്കെ, അല്ലെങ്കിൽ ആ കോമ അടക്കം നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് വേണം കോമ ഇടാൻ. അതിനുശേഷം ഇവിടെ എന്താണ് നമ്മുടെ റിസൾട്ട് ഉള്ളത്? ഏരിയ എന്ന വേരിയബിളിലാണ്. ആ ഏരിയ എന്നത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞു. ഇനി നമുക്കിത് സേവ് ചെയ്യാം. സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ സേവ് ബട്ടൺ ഉണ്ട്. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഫോൾഡറിലേക്ക് വരിക. ഹോമിലെ സ്റ്റുഡൻസ് വർക്ക്സ് 10 എന്ന ഫോൾഡറിലേക്ക് വരുന്നു. ഇവിടെ പൈത്തൺ എന്ന ഫോൾഡർ ഉണ്ട്, നമ്മുടെ ഫോൾഡറാണ്. ആ ഒരു ഫോൾഡറിലേക്ക് വരുന്നു. ഇവിടെയാണ് സേവ് ചെയ്യുന്നത്. സേവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കൃത്യമായ ഒരു പേര് കൊടുക്കുക. ഞാൻ ഏരിയ എന്ന പേര് കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാം. എന്നിട്ട് .py എന്ന എക്സ്റ്റൻഷൻ നിർബന്ധമായിട്ടും കൊടുക്കണം. അത് തെറ്റിപ്പോവരുത്. എക്സ്റ്റൻഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നിട്ട് സേവ് ബട്ടൺ പ്രസ് ചെയ്യും. അതോടുകൂടി ഇതാണ് നമ്മുടെ area.py എന്ന ആ ഒരു ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് റൺ ചെയ്ത് നോക്കാം.
റൺ ചെയ്യാൻ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന ആ ഒരു ഫോൾഡറില്ലേ, ആ ഫോൾഡറിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ഇൻ ടെർമിനൽ എന്ന് കാണാം, അത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ടെർമിനൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ എന്ത് വേണം, നമ്മൾ ഓൾറെഡി നേരത്തെയുള്ള പ്രോഗ്രാം റൺ ചെയ്തതാണ്. പൈത്തൺ 3 എന്ന ആ ഒരു സോഫ്റ്റ്വെയർ ആവശ്യമുണ്ട്, അതുകൊണ്ട് പൈത്തൺ 3 എന്ന കമാൻഡ് കൊടുക്കുന്നു, ഒരു സ്പേസ് ഇട്ട് കൊടുക്കുന്നു. ഇനി നമുക്ക് റൺ ചെയ്യേണ്ട ഫയൽ ഏതാണോ ആ ഫയലിൻ്റെ പേര് അത് അതേപോലെ ഇവിടെ കൊടുക്കുക. ഞാൻ area.py എന്ന് കൊടുക്കുന്നു, തെറ്റിക്കാതെ കൊടുക്കുക, എൻ്റർ കീ പ്രസ് ചെയ്യാം. അപ്പോൾ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു റിസൾട്ട് ഇവിടെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇനിയില്ലേ, ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. ചിലർക്കെങ്കിലും ഇപ്പോൾ ഈ ഒരു സംശയം ഉണ്ടായിട്ടുണ്ടാവും. വേറെ ഒന്നുമല്ല, നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷ എന്ന് പറയുന്നത് 0ഉം 1ഉം ഒക്കെയുള്ള ബൈനറി ലാംഗ്വേജ് ആണ് അല്ലേ? എന്നാൽ നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ 0ഉം 1ഉം ഒക്കെയാണോ ടൈപ്പ് ചെയ്ത് ചേർത്തത്? അല്ല. നമുക്ക് ഏകദേശം മനസ്സിലാവുന്ന ഹ്യൂമൻ ലാംഗ്വേജുമായിട്ട് ക്ലോസർ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പൈത്തണിലൊക്കെ ഇപ്പോൾ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് അവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ കമ്പ്യൂട്ടർ എങ്ങനെയാണ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയത്? എനിക്ക് ഇന്ന് രാവിലെ ഉണ്ടായി ചായ വെക്കേണ്ട ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ നടന്നപ്പോഴാണ് നമ്മുടെ ബാബുവിനെ കാണുന്നത്. ഞാൻ ബാബുവിനോട് പറഞ്ഞു, എൻ്റെ ബാബു, നമ്മളെ ഈ പ്രശ്നമെല്ലാം ഞാനിങ്ങനെ നല്ല വിശദീകരിച്ച് പറയാൻ തുടങ്ങി. ലാസ്റ്റ് എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ബാബു എന്നോട് ചോദിക്കുന്നത്, ഇപ്പം ഞാൻ ആരായി? അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ശശിയേട്ടൻ അങ്ങോട്ടേക്ക് വരുന്നത്. നീ എല്ലാ കാര്യവും എനിക്ക് പറഞ്ഞു, ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ബാബുവിനോട് പറഞ്ഞു കൊടുത്തോളാം. അങ്ങനെ ഞാൻ മലയാളത്തിൽ എല്ലാം നമ്മുടെ ശശിയേട്ടനോട് പറഞ്ഞു. ശശിയേട്ടൻ നല്ല അടിപൊളിയായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മുടെ ബാബു ബംഗാളിക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അതായത് ട്രാൻസ്ലേറ്റർ ആയിട്ടാണ് ശശിയേട്ടൻ പ്രവർത്തിച്ചത്. ഇതുപോലെ നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പൈത്തൺ, ജാവ, C++ പോലുള്ള ലാംഗ്വേജുകളെ നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജ് എന്നാണ് പറയാം. ഹൈ ലെവൽ ലാംഗ്വേജ് നമുക്ക് ഹ്യൂമണിന് മനസ്സിലാവുന്ന ഹ്യൂമൻ ലാംഗ്വേജസിനോട് ക്ലോസർ ആയിട്ടുള്ള ലാംഗ്വേജ് ആയിരിക്കും. ഇത്തരത്തിലുള്ള ഹൈ ലെവൽ ലാംഗ്വേജസ് നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന സമയത്ത് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ബൈനറി ലാംഗ്വേജിലേക്ക് ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അവിടെ ഒരാളുണ്ട്, കമ്പൈലറും ഇന്റർപ്രറ്ററും. കമ്പൈലർ, ഇന്റർപ്രറ്റർ ഇവരുടെ പണി എന്ന് പറയുന്നത് ഏകദേശം സെയിം ആണ്. ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക, നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ, അതായത് പൈത്തൺ പോലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ച് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള കോഡിനെ, ആ കാര്യങ്ങളെ നമ്മുടെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബേസിക് ആയിട്ട് അവരുടെ പണി. പക്ഷെ രണ്ടാളും രണ്ട് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. എന്താന്ന് പറഞ്ഞുതരാം. കമ്പൈലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസിനെ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ബൈനറി ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഒരു സെപ്പറേറ്റ് ഫയലാക്കിയിട്ട് വെക്കും. ഇങ്ങനെ സെപ്പറേറ്റ് ഫയലാക്കി വെക്കുന്ന ആ ഒരു ബൈനറി ഫയലിനെ, അതിനെ നമ്മൾ എക്സിക്യൂട്ടബിൾ ഫയൽ എന്ന് പറയും. ആ ഒരു ഫയലിനെ പിന്നീട് നമുക്ക് റൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കമ്പ്യൂട്ടറിൽ സോഴ്സ് കോഡ് വേണമെന്നില്ല. സോഴ്സ് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ ഉപയോഗിച്ച് തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു കോഡില്ലേ, നമ്മൾ ഓൾറെഡി ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള അതിനെയാണ് സോഴ്സ് കോഡ് എന്ന് പറയുന്നത്. ഈ സോഴ്സ് കോഡ് കമ്പ്യൂട്ടറിൽ ആവശ്യമില്ല. എന്നാൽ ഇന്റർപ്രറ്ററിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്സിക്യൂഷൻ ടൈമിൽ മാത്രം ഓരോ വരിയും ലൈൻ ബൈ ലൈൻ ആയിട്ട് പ്രോസസ്സ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇന്റർപ്രറ്ററിന്റെ കാര്യത്തിൽ എക്സിക്യൂഷൻ ടൈമിൽ മാത്രം ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് ഓരോ ലൈനും പ്രോസസ്സ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാണ് ഇന്റർപ്രറ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്റർപ്രറ്ററിന്റെ കാര്യത്തിൽ നമ്മൾ അത് റൺ ചെയ്യുന്ന സമയത്ത് ആ സോഴ്സ് കോഡ്, നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു സോഴ്സ് കോഡ് ആ ഒരു കമ്പ്യൂട്ടറിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, രണ്ടാളും ചെയ്യുന്നത് ട്രാൻസ്ലേറ്റിംഗ് തന്നെയാണ്, പക്ഷേ രണ്ടാളും രണ്ട് രീതിയിലാണ് ചെയ്യുന്നതെന്ന കാര്യം മനസ്സിലായില്ലേ? നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള ജാവ, C++ പോലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് കമ്പൈലറാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന പൈത്തൺ എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ്, ആ ലാംഗ്വേജ് ഇന്റർപ്രറ്റഡ് ലാംഗ്വേജ് ആണ്. ഇനി നിങ്ങൾക്കൊരു വർക്ക് തരാൻ വേണ്ടി പോവാണ്. നമ്മൾ വിജയിന്റെ ഏജ് കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ ഇതേ പ്രോഗ്രാമിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നിങ്ങളുടെ ഏജ് കണ്ടുപിടിക്കുന്ന ഒരു പ്രോഗ്രാം നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിയേ. ജസ്റ്റ് വാല്യൂസിന് മാത്രം മാറ്റം വരുത്തിയാൽ മതി. എന്നിട്ട് അതൊന്ന് റൺ ചെയ്ത് നോക്കി നോക്ക്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്ര മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. കൂടുതൽ പഠിച്ച് നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇനിയുള്ള 2 പാർട്ടിലൂടെ സെറ്റാക്കി പഠിച്ചു തീർക്കാം.